These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajman. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. അക്ഷരപ്പുലരിയിൽ ഇന്ന് നമ്മളോടൊപ്പം സൗമ്യ പ്രവീൺ ചേരുന്നു. നമസ്കാരം സൗമ്യ. നമസ്കാരം. സൗമ്യ 2007 മുതൽ പ്രവാസ ജീവിതം ആരംഭിച്ച ആളാണ്. 2 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. സൗമ്യയുടെ പുസ്തകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പറയൂ. 18 കൊല്ലമായി ഇതും പ്രവാസത്തിൽ എഴുത്തും വരെയും ഇതൊക്കെ തന്നെയായിരുന്നു കൂടുതൽ. ചിത്രരചനയും എഴുത്തിൽ താല്പര്യമുണ്ടായിരുന്നു. ഈ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയതാണ്. അത് പുസ്തക രൂപത്തിലേക്ക് വരുന്നത് തന്നെ നമുക്കൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സാക്ഷാത്കാരമാണ് ആയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ചേട്ടനാണ്. വീട്ടിനകത്ത് ഒതുങ്ങി പോകേണ്ട തന്നെ ഞാൻ പോലും അറിയാതെയാണ് ഹരിതത്തിൽ പ്രതാപൻ സാറിൻ്റെ അടുത്ത് കൊണ്ട് ഈ ഇത് കൊടുക്കുന്നത് തന്നെ. ഞാൻ എഴുതിയതാണ്, സാർ ഇതൊന്ന് നോക്കിയിട്ടൊന്ന് പറയണമെന്ന്. ഏത് വർഷമാണ് ആദ്യത്തെ പുസ്തകം? 2023 കരിമ്പനകളും കർപ്പൂരഗന്ധവും തേടി എന്ന പുസ്തകം. ഇതൊരു പഠനം. ഖസാക്കിന്റെ ഇതിഹാസവും MT വാസുദേവൻ നായരുടെ വാരണാസി. എന്താണ് ഈ പുസ്തകത്തിലേക്ക് എത്താനുള്ള ഒരു പ്രചോദനം? എല്ലാവരും പറയുമായിരുന്നു ഖസാക്കിന് അടിമപ്പെട്ടവരുമുണ്ട്, ഖസാക്ക് വായിച്ച് മനസ്സിലാകാത്തവരുമുണ്ട്. ഖസാക്ക് വായിച്ചതിന് ശേഷം ഞാൻ അതിനെ വായിക്കുന്നവർക്കെല്ലാം ഇത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ചിത്ര രൂപേണമെന്ന് നോക്കി. അതായത് ചോദിക്കട്ടെ, ഖസാക്ക് വായിക്കുമ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു? ആദ്യമേ വായിക്കുമ്പോഴുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വായിക്കും തോറും ഖസാക്ക് എനിക്ക് കുറേ പേര് പ്രതിലിപിയില്ല ഞാൻ എഴുതാൻ തുടങ്ങി. അതിലെല്ലാം ഖസാക്ക് അതിൻ്റെ അത് വായിച്ച അടിമപ്പെട്ടവരുടെ കുറേ പേരുണ്ടായിരുന്നു. ഇവരുടെ ഈ വായനയെല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും ഇത് വായിക്കണമെന്ന് തോന്നി. വായിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് എളുപ്പം ഞാൻ വരച്ച് നോക്കി. അതിലെ കഥാപാത്രങ്ങൾ ഞാനൊന്ന് വരച്ച് നോക്കിയപ്പം നമ്മൾ പിന്നെ അതിലൂടെ ഒരുപാട് ഇഷ്ടങ്ങളാണ് തോന്നി. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മൾ ഓരോ തലത്തിലാണ് ഇതിനെ വായിച്ചെടുക്കുന്നത്. പിന്നീട് അത് വരയിലേക്കും ആ എഴുത്തും നമ്മളുടെ ക്രിയാത്മകതയും തമ്മിൽ ഒരു ബന്ധം രൂപപ്പെടും കൂടി ചെയ്യും. തീർച്ചയായിട്ടും ഖസാക്കിൽ പോകണം എന്നായിരുന്നു. പിന്നെ അവിടെ പോയി ഇതിനെക്കുറിച്ച് പിന്നെയും ഞാൻ എപ്പോഴും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, എന്നെ ഒന്ന് അവിടെ കൊണ്ടുപോകണം. പോയിട്ടില്ല. ആകെപ്പാടി കിട്ടുന്ന 30 ദിവസത്തെ ലീവിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ വരെ എത്തിച്ചേരാൻ പറ്റും, പക്ഷെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യമേ ഞാൻ വരച്ചത് ഒരു OV വിജയനെ ഞാൻ വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ഇത് വരയ്ക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചാലോ എന്ന് തുടങ്ങി. അങ്ങനെ വരച്ച് നോക്കിയതാണ്. വരച്ചപ്പോൾ നമുക്കതിൻ്റെ അകത്ത് ആ ഓരോ സന്ദർഭങ്ങൾ ഇത് വായിച്ചവരെല്ലാം പറഞ്ഞത് ഇപ്പോൾ അവർക്ക് ആ ഖസാക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സഹായിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അത് ഒരു ചിത്രമാക്കി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ 2-3 വരച്ചുള്ളൂ. അപ്പോൾ ഇത് വായിച്ച് ഇഷ്ടപ്പെട്ടവർക്ക് വായിച്ചു കൊടുത്തപ്പോൾ ബാക്കിയും കൂടെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ വായിച്ചപ്പം വാരണാസിയുമായിട്ട് എനിക്കിത് റിലേറ്റ് ചെയ്യാൻ തോന്നി. രവി വന്നു പോകുന്നു, അതുപോലെ തന്നെ സുധാകരനും വന്നു പോകുന്നു. ഇപ്പോൾ ഈ 2 തമ്മിൽ എനിക്ക് നിറങ്ങൾ ഭയങ്കര ഇഷ്ടം. അതുപോലെ ഈ വാരണാസിയിലെ ചിത്രങ്ങൾ എനിക്ക് എപ്പോഴും വാരണാസി വായിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഓറഞ്ച് കളറാണ് കണ്ണിന് മൊത്തം. അവിടുത്തെ ഈ കത്തുന്ന തീനാളങ്ങളുടെ ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അത് 2 ഇടമാണ് പോയി കാണണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. നമ്മൾ ലാസ്റ്റ് എവിടെ ചെന്ന് ചേരണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ആ ഒരു സൗമ്യയുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു എഴുത്തുകാരിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ചിത്രരചനയുടെയും വർണ്ണങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെയും ഒരു വല്ലാത്ത ഭംഗി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ വിവരണത്തിൽ അത് വ്യക്തമാണ്. നിറങ്ങളിലൂടെ ജീവിക്കാനായിരുന്നു ആഗ്രഹം ഭയങ്കര. നമ്മൾ ഈ പ്രവാസത്തിൽ വന്നു കഴിയുമ്പോൾ ഒറ്റപ്പെട്ടപ്പോൾ മക്കളും കൂടെ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞപ്പം ഒരു ചേട്ടൻ്റെ ഡ്യൂട്ടി എല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് പോയതിൻ്റെ അതാണ് ഈ നിറങ്ങളുമായിട്ട് കൂടുതലായിട്ട് ഒരുപാട് പെയിൻറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറേ വീട്ടിൽ കയറി വരുന്നവരെല്ലാവരും ആരും ഇതിന് ആർട്ട് ഗാലറിയിലാണോ വന്നത്. ഞാൻ മൊത്തം ഇങ്ങനെ നിറങ്ങൾ കൊണ്ട് വരയ്ക്കാൻ പഠിച്ചിട്ടില്ല. കാണുമ്പോൾ ഇഷ്ടം തോന്നി അങ്ങ് വരയ്ക്കും. പിന്നെ അതുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങനെയാണ്. പിന്നെ ഞാൻ ഓർത്തു നമുക്കതൊരു ഇഷ്ടം തോന്നി. പിന്നെ ഞാൻ കളറിൽ വരച്ചു. പിന്നെ പെൻസിൽ ഡ്രോയിങ് വരച്ചു. ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് വരയ്ക്കാൻ പറ്റുന്ന എല്ലാം വരച്ച് നോക്കി. പിന്നെ ഒറ്റയടിക്ക് പെട്ടെന്നൊന്ന് പ്രവാസമല്ലേ, പെട്ടെന്നൊരു മടുപ്പിലേക്ക് പോയി. അത് ഞാൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഒറ്റയടിക്ക് ഡിപ്രഷൻ എന്നുള്ള രീതിയിൽ തനിയായി പോകുന്നു നമ്മൾ. അങ്ങനെ വന്നപ്പോഴാണ് പിന്നെയും ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞത്. അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കളറും
കളറുമാണ് ഒരുപാട്. അതുപോലെ തന്നെ എൻ്റെ മക്കളും വായിക്കും. അപ്പോൾ അവരാണ് കൂടുതലും അമ്മ ഇത് ചെയ്യും, അമ്മ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് അവരാണ് കൂടുതൽ. വായനാശീലം കുട്ടികൾക്ക്, എനിക്കറിയാം മോള് എഴുതും, ഈ വായനാശീലവും എഴുത്തും അമ്മയിൽ നിന്ന് കുട്ടികൾക്ക് പകർന്നതാണോ അതോ ഇതൊരു ജനിതകമായിട്ട് പകർന്നു കിട്ടിയതാണോ? ഐ മീൻ സൗമ്യ ചെയ്യുന്നത് കണ്ടാണോ അവർ ശീലിച്ചത് അതോ സ്വാഭാവികമായി ഉണ്ടായതാണോ എന്നാണ്. അനിയൻ വായിക്കുമായിരുന്നു, അനിയൻ വായിക്കും. ഞാൻ വായിച്ചവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു കഴിയുമ്പോൾ നമുക്കിവിടെ പുസ്തകങ്ങളൊക്കെ കിട്ടാൻ ഷോർട്ടേജ്, നമ്മൾ മൊബൈലിലായിരുന്നു വായിക്കുക. നമ്മൾ കഴിവതും അതിലാണ് എഴുതും. പ്രതിലിപിയിലൊക്കെ ആണെങ്കിലും നമ്മൾ അതിലെഴുതുന്നത്. പുസ്തകങ്ങളുടെ ലോകത്ത് അവരെങ്ങനെ എത്തിച്ചേർന്നെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ രണ്ടെണ്ണോ ഇപ്പോൾ ഇളയത് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂത്ത ആള് പുസ്തകം പുഴവേ തന്നെയാണ്. അത് വളരെ സന്തോഷമുള്ള ഈ തലമുറയിലെ കുട്ടികൾ വായനയോട് സ്നേഹം കാണിക്കുന്നു എന്ന് അഭിമാനിക്കാം. തീർച്ചയായിട്ടും. ഈ കരിമ്പനകളും കർപ്പൂരഗന്ധവും തേടി എന്ന പുസ്തകത്തിനപ്പുറത്തേക്ക് സൗമ്യയുടെ വായനകൾ മറ്റേതൊക്കെ പുസ്തക ലോകങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്? വായന പിന്നെ എങ്ങനെയൊക്കെയാണ് വളർന്നിട്ടുള്ളത്? ഞാൻ നമ്മൾ മാഗസിനിൽ വരുന്നതും ചെറുകഥകളെല്ലാം വായിക്കുമായിരുന്നു. പിന്നെ പുസ്തകങ്ങൾ നാട്ടിൽ പോകുമ്പോഴത്തേന് ബൾക്കായിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. നോവലിനേക്കാളും ഇഷ്ടമാണ് ചെറുകഥകൾ വായിക്കാനായിട്ട്. നോവൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ ഇരിപ്പിന് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് വരയ്ക്കാൻ തുടങ്ങിയാലോ വായിക്കാൻ തുടങ്ങിയാലോ എന്നെ അതിൽ നിന്ന് നമ്മളതിന്ന് തിരിച്ചു വരാൻ പിന്തിരിവർക്കൊരു ഭയങ്കര ഘടകങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മളത് മടിക്കും. അതും കഴിവതും അത് ഒരുപാട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. മക്കളാണെങ്കിലും ചേട്ടനാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനി അവളെ ശല്യം ചെയ്യരുത്, അവളത് ചെയ്തോട്ടെ എന്ന് പറയും. അല്ല അതാണ് അവൾക്ക് താല്പര്യം. അപ്പോൾ അവരതിനായിട്ട് നമുക്ക് തരുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു വർഷമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നിറങ്ങളിലോട്ട് പോയിട്ടില്ല, എഴുത്തിലോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഒരു ഒരു കുഞ്ഞുമാവേ ഉള്ളതുകൊണ്ട് അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോയതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്നൊരു ഗ്യാപ്പ് എടുത്തേക്കും. പക്ഷെ എന്നാലും ചിലപ്പം നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ച് ഇപ്പം ലാസ്റ്റ് ഇപ്പം ഞാൻ വായിക്കാൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാളി എന്ന് പറഞ്ഞ് പുസ്തകം എടുത്തിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിപ്പുണ്ട്, തീർന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ നമുക്ക് സങ്കടം വരുന്നത്. വായിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞ് വെച്ചിട്ട് എനിക്ക് ഓരോന്ന് കാണുമ്പോൾ എല്ലാവരും വായിച്ച് റിവ്യൂ ഒക്കെ ഇടുന്ന കാണുമ്പോൾ ഞാൻ വായിച്ചില്ലല്ലോ എന്ന് ഓർക്കും. വാങ്ങിക്കണേന്ന് പറയുമ്പോൾ എന്നോട് റെഡി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് വായിച്ചത് നമുക്കതിനെ നമ്മൾ തീരുന്നില്ല. ഈ 2 മാസത്തെ വെക്കേഷനെങ്കിലും വായിക്കണമെന്ന് വിചാരിച്ചു. ഈ ചിത്രരചന, എഴുത്ത്, ഇതിൽ ഏതാണ് അവനവൻ്റെ ആത്മപ്രകാശമായിട്ട് പ്രൈമറിലി കാണുന്നത്? ചിത്രരചന? എനിക്ക് നിറങ്ങളോട് ഭയങ്കര ഇഷ്ടം. ഈ നിറങ്ങളിൽ നമ്മളത് പൂർത്തിയാക്കുമ്പോഴാണ് അതിനെപ്പറ്റി എന്തെങ്കിലും എഴുതാൻ തോന്നുന്നത്. അതെനിക്ക് തോന്നി. കാരണം ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ എക്സ്പ്ലനേഷനിൽ അത് വ്യക്തമായിരുന്നു. ആദ്യം ചിത്രരചനയാണ് നടത്തിയത്. അതിനുശേഷമാണ് നമുക്കത് വായിച്ചതിൻ്റെ അകത്ത് നമുക്ക് ഒരു രൂപം കിട്ടി. നമ്മളത് വരച്ച് കഴിയാൻ നേരമ്പത്തിന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതണമെന്ന് തോന്നും. അങ്ങനെയാണ് ഞാൻ എഴുതി. ഞാൻ ആദ്യമേ എഴുതി തുടങ്ങിയ പ്രണയമായിരുന്നു. പ്രണയത്തെ പറ്റിയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. എഴുതുന്ന എല്ലാവരും തുടക്കത്തിൽ അതായിരുന്നു എഴുതിയിരുന്നത്. അത് കഴിഞ്ഞ് ഹൈക്കു എഴുതി, ഇങ്ങനെ കവിതകൾ എഴുതുമായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരിയും തൃപ്തി വന്നത് അത് ഭയങ്കര. പക്ഷേ നമുക്കതിന് ചിത്രം എന്ന് പറഞ്ഞാൽ അതിനെല്ലാം നമുക്ക് കോമൺ ആയിട്ടൊരു പിക്ചർ പോലെ പോകുന്നുണ്ടായിരുന്നു. ഈ കവിതകൾ എന്ന് പറഞ്ഞല്ലോ, കവിതകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? പബ്ലിഷ് ചെയ്തിട്ടില്ല. പ്രതിലിപിയിൽ അതിനകത്തെല്ലാം സേഫായിട്ട് അങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇതുവരെയായിട്ടും അത് കഴിഞ്ഞ പ്രാവശ്യം പബ്ലിഷ് ചെയ്യണമെന്ന് കരുതി. അപ്പോൾ കഥകളാണ് ഞാൻ കഥകളായിരുന്നു ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പം അപ്പോഴെൻ്റെ അമ്പോറ്റിമ്മ, ഞാൻ അതിൻ്റെ ഒരു അദ്ദേഹത്തെ പറഞ്ഞു അമ്പോറ്റിമ്മ മരിച്ചു. അപ്പോൾ അതാണ് മെയിനായിട്ട് ഞാൻ ഈ ഓർമ്മക്കുറിപ്പുകളുടെ കഥകളിൻ്റെ അത് മൊത്തം ഏതിൻ്റെ അത് നോക്കിയാലും അമ്മയെ ചുറ്റിയുള്ളതാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത് മൊത്തം. എനിക്ക് വേണ്ടി ജീവിച്ചെന്ന് ഞാൻ പറയും. പക്ഷേ എൻ്റെ അതേ ഇഷ്ടങ്ങളാണ് മക്കൾക്കുള്ളത്. അവരും നിറങ്ങളുള്ള, അവൾ ചെയ്തിരിക്കുന്ന ബുക്കിൻ്റെയും കവർ പേജ് എല്ലാം ചെയ്തിരിക്കുന്ന അവളും പടങ്ങൾ വരയ്ക്കും. അത് ചിലപ്പോൾ എന്നിൽ നിന്ന് അവർ ഞാൻ ഇന്നതാകണേന്ന് പറയുന്നതല്ല, അവർ കണ്ടുപഠിക്കും. സ്വഭാവമായിട്ട് അതങ്ങ് എടുത്തു പോകുന്നു. അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. ഞാനിപ്പോൾ നമ്മൾക്ക് ഓണം, നമ്മൾ ഈ പിള്ളേരോണം എന്നൊക്കെ പറയും. നമുക്ക് ഓണത്തിന് മുന്നേ ഞാനിതൊക്കെ ഇടുമ്പോഴത്തേനും എൻ്റെ കൂടെ ഉള്ളവർ പറയുന്നത് ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങളിത് അറിയുന്നു. ഇപ്പം നമ്മുടെ ആഘോഷങ്ങളോടുള്ള പ്രതിപത്തി കൂടുതലായിരിക്കും. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ നാട്ടിൽ ചെയ്യുന്ന അത് പിള്ളേർക്ക് അതിൻ്റെ ഒരു ഇത് വേണ്ടേ? അവരറിയുന്നില്ലല്ലോ ഇങ്ങനൊരു കാര്യമുണ്ട് എന്നറിയുന്നില്ലെന്ന്. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ തന്നെ അത് ഭയങ്കര ഇതായിരുന്നു. തീർച്ചയായിട്ടും. നമ്മൾ രണ്ടാമത്തെ ഈ പുസ്തകത്തിലേക്ക് വരികയാണെങ്കിൽ അരളിപ്പൂക്കളിൽ ആടും കാറ്റ്, മനോഹരമായ ഒരു കവർ ചിത്രമാണ്. തീർച്ചയായിട്ടും സൗമ്യ തന്നെയാണല്ലോ വരച്ചിരിക്കുന്നത്. ഈ ഓർമ്മക്കുറിപ്പുകളിൽ വളരെ മനോഹരമായ ഒരു ബാല്യം,
അല്ലെ? വളരെ വായിക്കുന്ന പലർക്കും ഇപ്പോൾ ഓർമ്മക്കുറിപ്പുകൾ ഞാൻ പ്രസിദ്ധീകരിച്ച ഒരാളാണ്, ഓർമ്മകളുണ്ട്. പക്ഷെ ഓർമ്മകൾ ഇത്ര പോരല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും സൗമ്യയുടെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ ഭയങ്കര സമ്പന്നമായ കുറേ അധികം ഓർമ്മകൾ എനിക്കതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അമ്പൂറ്റി അമ്മയുടെ അതിനകത്ത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച ഒരു അധ്യായമുണ്ട്, വിറകടുപ്പിൻ്റെ പുകമണം എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഒരു വരിയുണ്ട്, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ്. ഓരോരോ മീൻചാട്ടങ്ങളിലേക്കും ഹൃദയം കൊരുത്ത് മോക്ഷത്തിൻ്റെ ആ നിമിഷത്തിലേക്ക് അവർ ഒരുങ്ങിയിരിക്കും. കുളത്തിലെ വെള്ളത്തിലേക്ക് വെയിൽ വീണു തുടങ്ങുന്നത് മഴച്ചാറ്റൽ പോലെയാണ്. വള്ളികൾക്കും ചുള്ളികൾക്കുമിടയിലൂടെ ചാഞ്ഞും ചെരിഞ്ഞും കരിമ്പച്ച വെള്ളത്തിലേക്ക് വെള്ളിപ്പാദസരം മൂർന്നു വീഴും പോലെ അതങ്ങനെ വന്നു തൊടും. ഞാൻ നോക്കിയിരിക്കും. എനിക്കുള്ളിൽ അന്നേരം ലോകമുണ്ടായിരുന്നില്ല, ഞാനും ഉണ്ടായിരുന്നില്ല. അവസാനത്തെ വരിയുണ്ടല്ലോ, എനിക്കുള്ളിൽ അന്നേരം ലോകമുണ്ടായിരുന്നില്ല, ഞാനും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായിട്ടുണ്ട്. ആ ഉള്ളിലുള്ള ആ ഒരു കവിത്വം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നു, അത് പുറത്തേക്ക് വരും. കാരണം അമ്മ വീടെന്ന് പറയുന്നത് അത് ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. അച്ഛൻ ഞാൻ ക്വാർട്ടേഴ്സിലാണ് വളർന്നതും ജനിച്ചതൊക്കെ. അമ്മ വീട്ടിലേക്ക് അത് വല്ലപ്പോഴും വിടത്തുള്ളൂ. അത് അച്ഛൻ പറയും ഇത്ര നേരം ഇത്ര സമയത്തിന് അങ്ങനെ വിടുന്നത് കൊണ്ട് നമുക്ക് അവിടെ തൊടികൾ കിട്ടുന്ന ഓർമ്മകൾ ഭയങ്കരമായിരിക്കും, ഭയങ്കര കെയർ ആയിരിക്കും. നമ്മൾ ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ കുത്തിരി അടിച്ച് ഇഡ്ഡലി ഉണ്ടാക്കി തരിക, ആ പുകമണമൊക്കെ കാണുന്നത് നമ്മൾ അവിടെയാണ്. രാവിലത്തെ അമ്പല ദർശനങ്ങളല്ലേ ഭയങ്കര. അവിടെ കണ്ടം ഞാറ് നടുന്നത് നമുക്കിത്, പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തരും നമ്മളെ ഭയങ്കര പ്രൊട്ടക്ഷനാണ്. അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല, ഇങ്ങനെ ഭയങ്കര കെയർ ആയിട്ട് കൊണ്ടുപോയി. എന്നാൽ കുടുംബം നമ്മൾ അറിയുന്നില്ലല്ലോ, നമുക്ക് ഈ ഇതുമായിട്ടുള്ളതില്ല, അങ്ങോട്ട് ഇറങ്ങാനായിട്ട് ചെടിയാണല്ലോ സ്ഥലം. അപ്പൊ അങ്ങനെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് അല്ലേ? വളരെ തേക്കടിയിലാണ്. പക്ഷേ ഞാനൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പരിസരമാണത്. അത് എനിക്ക് വായനയിൽ വല്ലാതെ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പറച്ചുനടലായിരുന്നു കല്യാണം എന്ന് പറയുന്നതിന്. തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് പട്ടണത്തിൽ കോട്ടയം നാടത്തിലേക്ക് വന്നത്. കാടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നേരെ മറിച്ച് ഇങ്ങോട്ട് വന്നു. തിരക്ക് പിടിച്ച്, അതിലും തിരക്ക് പിടിച്ചാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം പക്ഷേ ഞാൻ ഇപ്പോൾ ഈ റൂമിൻ്റെ അകത്തുള്ള ഇതേ ഉള്ളൂ. ഇതുവരെയായിട്ട് ഒരു കടയിൽ പോലും തന്നെ പോയിട്ടില്ല ഇവിടെ വന്നിട്ട്. പക്ഷെ കോട്ടയം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയായിരുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ. ഞാൻ ആദ്യമായിട്ട് ഫാൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അവിടെ വന്നിട്ട് 23ാമത്തെ വയസ്സിൽ. നമുക്കില്ല, നമുക്ക് തണുപ്പാണ്, നമ്മൾ കാടിൻ്റെ അകത്ത് നമുക്ക് തണുപ്പാണ്. അവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഫാൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് തന്നെ അറിയാം ഭയങ്കരമായിട്ടൊരു പറിച്ചു നടലായിരുന്നു. ചൂടായിരുന്നു ഭയങ്കര. തണുത്ത അന്തരീക്ഷത്തിൻ്റെ അകത്തുനിന്ന് കാടിൻ്റെ അകത്തുനിന്നാണ് വന്നത് സത്യമായിട്ടും. ഈ വരയിലേക്ക് പകർത്താൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അവിടെ തീർച്ചയായിട്ടും വരച്ചിട്ടുണ്ട്. അവിടെ ഈ ടൈഗർ റിസർവ് ഇതാണല്ലോ, അപ്പം ആദ്യമേ തന്നെ വരച്ചത് കടുവയും ആനയൊക്കെയാണ് വരച്ചത് തന്നെ. ഭയങ്കരമായിട്ടും പിന്നെ പ്രവാസത്തിലേക്ക് വന്നു, മക്കളൊക്കെ ഒരിതിലേക്ക് ആയി, സ്കൂളിലേക്കൊക്കെ ആയപ്പോഴാണ് പിന്നെ എല്ലാം നിർത്തി കഴിഞ്ഞിടത്തു നിന്ന് തുടങ്ങിയത്. പിന്നെയാണ് ചെയ്ത് തീർക്കാൻ ഇത്രയും കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്ത് തീർക്കുന്നു, തിരിച്ചു വരുന്നു. അതായിട്ട് തോന്നുന്നു. സൗമ്യ വീട്ടമ്മയാണല്ലോ ഇവിടെ, വേറെ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ സമ്പന്നമായ ഓർമ്മകൾ പേറിയിട്ടുള്ള ഒരാൾക്ക് ഇവിടുത്തെ ഈ ഒരു ജീവിതം ശ്വാസം മുട്ടിക്കുന്നുണ്ടോ, അതോ തൻ്റെതായ ഈ എഴുത്തുകളിലൂടെയും വരയിലൂടെയും ഒക്കെ അതിനെ ആ വിരസത മറികടക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആവുന്നത് കൊണ്ട് അത് അറിയുന്നുണ്ടാവുന്നില്ല. പക്ഷേ മിസ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരെയും മിസ് ചെയ്യും. അച്ഛൻ മരിച്ചായിരുന്നു എൻ്റെ കല്യാണത്തിന് മുന്നേ. വീട്ടിൽ അമ്മയും ചിറ്റയും മാത്രമാണ്. അവരും പിന്നെ ചേട്ടൻ്റെ വീട്ടിലും പ്രായമായ ഒരു അച്ഛനും അമ്മയും ഇവരുണ്ട് നമുക്കവിടെ. പക്ഷെ നമ്മുടെ ലൈഫ് ഇവിടെയാണല്ലോ. ചേട്ടൻ അങ്ങനെ രണ്ടിടത്ത് നിന്നിട്ടുള്ള ലൈഫ് നമുക്ക് വേണ്ട. നമ്മൾ കൂട്ടത്തിൽ നിൽക്കണം, മക്കളും നീയും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം നമ്മൾ ജീവിക്കേണ്ടത് അവർക്ക് വേണ്ടിയാണ്. നമ്മൾക്ക് സങ്കടങ്ങളുണ്ടായിരിക്കാം, വിഷമം. 23 വയസ്സ് ഞാൻ എപ്പോഴും പറയും, എന്നെ 23 വയസ്സ് വരെ എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നു, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി ഇവിടെ വന്നു കഴിഞ്ഞാണെന്ന് നമ്മൾ പറയും. പക്ഷെ എന്നാലും നമ്മുടെ ലൈഫ് ഇവിടെയാവും. ഞാൻ പോകുക വീട്ടിലെന്ന് പറഞ്ഞാലും നമ്മൾ പോകത്തില്ല. അവസ്ഥ നമ്മൾ ഇതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോകും. പിന്നെ നമ്മൾ ഒരിഷ്ടത്തിനും എതിര് നിൽക്കില്ല. എനിക്കിന്നത് വേണം, നമ്മളുടെ അത് കണ്ടറിഞ്ഞ് നിൽക്കാൻ നമുക്കൊരാൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുംബം തരുന്ന സപ്പോർട്ട് വളരെ ഒത്തിരി കൂടുതലാണ്, ഒരുപാട് കൂടുതലാണ്. എന്തെങ്കിലും വായിച്ചിട്ട്, സത്യം പറഞ്ഞ് എൻ്റെ 2 ബുക്കും വായിച്ചിട്ടില്ല. അത് ചേട്ടൻ വായിച്ചിട്ടില്ല, പക്ഷെ എന്നാലും സൂപ്പർ, എല്ലാം സൂപ്പർ, എല്ലാം നിനക്കത് വേണം, അത് ഞാൻ ചെയ്തു തരും, ഇത് വേണം, ഇത് ചെയ്തു തരും. അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്കുള്ളത് കൊണ്ട് ഒരുപാട് ആവശ്യമാണല്ലോ ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാതെ വരുന്നത്. അത് മനോഹരമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ സൗഹൃദങ്ങളാണെന്നുണ്ടെങ്കിലും
അതിന് വാല്യൂ കൽപ്പിക്കും. നമ്മൾ എത്രമാത്രം വില കൽപ്പിക്കുന്നു അതിനനുസരിച്ച് അവർക്കും അതൊരു പ്രധാനപ്പെട്ടതായിരിക്കും. ഇപ്പം എഴുത്തെന്ന് പറയുന്നത് എൻ്റെയും വരയെന്ന് പറയുന്നത് എൻ്റെ മേഖല മാത്രമാണെങ്കിൽ എന്നെക്കാട്ടിലും അത് കൊണ്ടു നടന്ന് നമുക്ക് വേണ്ടി നോക്കാൻ നോക്കുന്നത് അതാണ് ഏറ്റവും വലിയത്. ഇപ്പം ഇന്ന് ഈ ഒരു നിമിഷം ഞാനിവിടെ വരുന്നു എന്ന് പറയുമ്പോഴും എന്നെക്കാട്ടിലും അത് ഉള്ളത് അങ്ങനെ ഒരു പങ്കാളി ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. അതായിരിക്കാം ഒരു പക്ഷേ നമ്മളെ ഈ എഴുത്തിലേക്കും വരകളിലേക്കൊക്കെ കൊണ്ടുവന്ന്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് പറ്റത്തില്ല. എൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതാണ്, എനിക്ക് സമയത്തിന് വരുമ്പോഴത്തേക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ കൊണ്ട് നിൽക്കാന്നുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടി കണ്ടെത്തിത്തരുന്നു, സമയങ്ങൾ കണ്ടെത്തിത്തരുന്നു. പുതിയ എഴുത്തിന്റെ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? കവിതകൾ അല്ലെങ്കിൽ ഓർമ്മ? എഴുതിയതെല്ലാം പറയുവാണെന്നുണ്ടെങ്കിൽ പുസ്തകത്തിൻ്റെതാണ് ഞാൻ കഴിഞ്ഞ വർഷം ഈ ഓർമ്മക്കുറിപ്പിന് മുൻപേ അവർക്ക് അയച്ചു കൊടുത്ത്. അത് നല്ലതായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യാമെന്നുള്ളത്. പക്ഷേ എനിക്കതിൻ്റെ അകത്ത് ഞാനതിലൊരു പൂർണ്ണത ആയില്ലയോ എന്നുള്ളൊരു തോന്നലിലാണ് ഞാനത് തിരിച്ചു മേടിച്ചെങ്കിൽ പിന്നെ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ളൊരു കവിതകളും ഉണ്ട്. കവിതകളുടെ കവിതകൾ അതിൻ്റെ കൂടെ വരെ എത്തുമോ? ഞാൻ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ അത് അവിടെ വരെ ആകുമോ? പക്ഷെ അതിനകത്ത് മിക്സാണ് മൊത്തം വന്നിരിക്കുന്നത്. ഞാൻ ഒരേ ഒരു ലെവലിൽ പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം പ്രണയ കവിതകൾ അതാണ് ഏറ്റവും നമ്മൾ പിന്നെ അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനായിട്ട് ഇരിക്കാനായിട്ടൊരു മനസ്സോ സമയമോ നമ്മൾക്കായിട്ട് വരുന്നില്ല. അപ്പം അതിനൊരു റെഡിയാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. നമ്മൾ എഴുതുന്നു, സ്വാഭാവികമായൊരു പരിണാമം അതിനുണ്ടാവും. തീർച്ചയായിട്ടും അതൊരു പോയിന്റിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എഴുതിയതിനെ ഒന്ന് തിരുത്തണമെന്ന് വരുമ്പോൾ നമ്മളത് ഏതൊരു സിറ്റുവേഷനിലാണ് എഴുതിയതെന്ന് പോലും ചിലപ്പോൾ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. കഥകളാകുമ്പോൾ കുഴപ്പമില്ല, മാറ്റി പിന്നെ ആത്യന്തികമായിട്ട് നമ്മളത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതിലുപരി നമ്മൾ എഴുതുക എന്നുള്ളത് തീർച്ചയായിട്ടും എഴുതി വെക്കുന്നു എന്നുള്ളതാണ് ഭയങ്കരമായിട്ട് തൃപ്തിപ്പെടുത്തുന്നു. ചിലപ്പം അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു വരി ഓർമ്മ വരുന്നത്, കുളിക്കാൻ നേരുമ്പോൾ. അപ്പോഴൊക്കെ അന്നൊക്കെ എഴുതാനായിട്ടൊരു സമയം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഞാൻ വിളിച്ചു പറയും, എന്നെ അതിന് കളിയാക്കുമായിരുന്നു, ഇനി ഇവിടെ പോയാൽ ഒരു ബുക്കും പേനയായിട്ട് വെക്കുമോ എഴുതാനായിട്ട്. ചിലപ്പോൾ നമ്മൾ അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും അത് നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഇതിനകത്ത് വിട്ടുപോകാതിരിക്കാൻ ചിലപ്പോൾ ആ ഒരു വരി എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ടതായിരിക്കാം. വിഷമങ്ങളിൽ വരുമ്പോഴായിരിക്കാം ഒത്തിരിയും വിഷമങ്ങളാണ് കൂടുതൽ എഴുത്തിലേക്ക് നയിക്കുന്നത് സന്തോഷത്തെക്കാൾ. രണ്ട് രീതിയിൽ ആണോ? രണ്ട് രീതിയിൽ സംഭവിക്കാം. ചിലർക്ക് സന്തോഷങ്ങളായിരിക്കാം അവരെ കൊണ്ട് പേന എടുപ്പിക്കുന്നത്. തീർച്ചയായും. പക്ഷേ സങ്കടങ്ങളിൽ നിന്ന് കൂടുതൽ 23-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. പിന്നെ അമ്മ ചിറ്റ എന്നുള്ള രീതിയിൽ അവരുടെ സന്തോഷങ്ങളാണ് ഏറ്റവും മുന്നിലായിട്ട് നിന്ന്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ഞാനൊരു ജോലി നേടാനായിട്ടോ അങ്ങനെയുള്ള രീതികളിലൊന്നും പോയില്ല. ഞാനൊരു സേഫായിട്ട് ഒരിടത്തെത്തണം എന്നുള്ളതായിരുന്നു. അപ്പം അവിടെ ഞാൻ ഒന്നിനോട് പിന്നെ ഞാനെന്നുള്ളതിനെപ്പറ്റി ഞാൻ ജീവിച്ചു തുടങ്ങിയത് മക്കളെല്ലാം വന്ന് ഇവരുടെ പഠിത്തത്തിന് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തു? ഒന്നും ഞാൻ ചെയ്തില്ല. എന്തെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട്. അതാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടെങ്കിലും നമ്മുടേതായ ഒരു സെൽഫ് എക്സ്പ്രഷൻ ഇല്ല, നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുന്നില്ല. നീ ജോലി നേടിയോ? ഇല്ല. ഞാൻ MSc വരെ പഠിച്ചു. MSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT പാസ്സായതാണ്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് വെച്ചിട്ടൊരു ജോലി എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് ഇറങ്ങിത്തിരിക്കാനായിട്ട് പോയില്ല. നമ്മൾ ടീച്ചർ പഠിപ്പിക്കുന്നു ഉണ്ട്. അത് എനിക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടി നമുക്ക് ചെയ്തു തരുന്നു. ഞാനതിൽ തൃപ്തിയാണ്. ഞാൻ ആ പഠിച്ചിരുന്നത് എനിക്ക് 2 പിള്ളേർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് ഞാൻ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും നമ്മൾ ചെയ്തോ എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞാൻ പറയും. ഇതൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് തെളിവ്. ഞാൻ മക്കളോടാണെങ്കിലും പറയും, അവൾ എഴുതും, അവളോട് പക്ഷേ എഴുതി വയ്ക്കും. ഞാൻ പറയും, മോനെ അത് ബുക്കാക്കി കഴിഞ്ഞാൽ അത് നിനക്കൊരു അച്ചീവ്മെൻ്റ് എവിടെയെങ്കിലും ചെന്നാൽ നിൻ്റെ ഒരു ഐഡൻറ്റിറ്റി അത് നീ അത് ചെയ്ത്. തീർച്ചയായിട്ടും നീ പഠിച്ചു അല്ലെങ്കിൽ ചെയ്തു എന്നൊക്കെ പറയുന്നത് പോലല്ല. പഠിപ്പിച്ചു, നിനക്കൊരു ജോലി നീ അങ്ങനെ പറയുന്നതിലും നിൻ്റെ കഴിവ് നീ 2 വരി നീ അതിൽ എഴുതി വെക്കുന്നത് അതാണ് നമ്മളെ അടയാളപ്പെടുത്തുന്ന കാലഘട്ടത്ത് അടയാളപ്പെടുത്തും. അത് എനിക്ക് ഭയങ്കര ഇത്. അതുകൊണ്ട് അവൾ ഇത് എഴുതുമ്പോൾ എനിക്ക് അത് ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ ചോദിച്ചു, അമ്മ പറഞ്ഞില്ലായിരുന്നു ഞാനൊരു പക്ഷേ അത് ഞാൻ എഴുതി തീർക്കത്തില്ലായിരുന്നില്ല. എൻ്റെ എനിക്ക് ഇത്ര എഴുതാനുള്ളതെന്ന് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇത് ഞാൻ എഴുതിയതാണോ? അവിടെ വന്നു കഴിഞ്ഞ് ബുക്ക് മേടിച്ച് കുറേ സാറുമാർ അവരുടെ അടുത്ത് ഈ ലൈൻസ് ഇഷ്ടപ്പെട്ടു. അത് അവൾക്ക് ഭയങ്കര പ്രയോജനമായിരുന്നു. കാരണം അപ്പം അതിനൊക്കെ പറയുന്നത് അത് അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു. ഞാൻ ആ ഒരു സ്റ്റേജിൽ ഞാൻ ആദ്യത്തെ ബുക്ക് ചെയ്തപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചൊരാഗ്രഹം അത് എൻ്റെ കുഞ്ഞ്
അടുത്ത ഒരു ബുക്ക് ഫെയറിന് അല്ല അടുത്ത ബുക്കിന് ഒരു ബുക്ക് ഫെയറിന് നിൽക്കും. ഞാൻ അവരോട് പറയുകയും ചെയ്തു. അത് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ. ആ ഒരു ആഗ്രഹം അവളത് സാധിച്ചു തന്നതിലായിരുന്നു എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഒരു പക്ഷേ അതാണ് ഒരു അമ്മ എന്ന നിലയിലും ഒരു എഴുത്തുകാരി എന്ന നിലയിലും ഒരു സായുജ്യമാണ് അല്ലേ അത്? തീർച്ചയായിട്ടും. അതൊരു അഭിമാനമായിട്ടാണ് ആ ഒരു സ്റ്റേജിൻ്റെ അകത്ത് നിന്ന് മകളുടെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഈ ഒരു ബുക്ക് ഞാൻ രണ്ടാമത്തെ ഓർമ്മക്കുറിപ്പ് എഴുതി ഞാൻ അവൾക്ക് അത് കൊടുക്കും. അവളുടെ അടുത്ത് നിന്ന് മേടിക്കുന്നത് ഞാൻ അവൾക്ക് വേണ്ടി എഴുതി, അവർക്ക് വേണ്ടി എഴുതിയ മക്കൾക്ക് 2 പേർക്കാണ് കൊടുത്തത്, അവർക്ക് വേണ്ടി എഴുതിയതാണ്. അതുപോലെ അവരതെനിക്ക് അമ്മ ഞാൻ ആഗ്രഹിക്കുന്ന മക്കളെ എന്ന് പറയുമ്പോൾ അതെനിക്ക് അവർ അടുത്ത വർഷത്തേക്ക് അത് ചെയ്തു തന്നല്ലോ. എത്ര ഇതിൻ്റെ അകത്ത് അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു. അതിനകത്തുള്ള ഓരോ വരികളും അത് എവളെങ്ങനെ എഴുതി എന്ന് നമ്മളറിയത്തില്ല. ഞാൻ പറഞ്ഞു അമ്മ ഇത് ദൂരമായിട്ട് വായിച്ചില്ലല്ലോ അമ്മ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബുക്കായി കഴിയുമ്പോൾ പോയി. ഞാൻ അതിൻ്റെ ഒരു വാക്ക് പോലും തിരുത്തി കൊടുക്കാനായിട്ട് ഒന്നിനും പോയിട്ടില്ല. അതിൻ്റെ അകത്ത് ആദ്യം തൊട്ട് അവസാനം വരെ അത് അവള് തന്നെയാണ്. അനാമിക ഇപ്പം 11th പഠിക്കുന്നു. അനാമിക എന്നാണ് പേര്. അനാമിക എന്ന പേര്. കമലാസരയോടുള്ള ഇഷ്ടം കാരണം അന്നിട്ട പേര് ആമി. ഭയങ്കര അത് ഞാൻ എൻ്റെ കഥയൊക്കെയാണ് ആദ്യം വായിച്ചത്. അച്ഛൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ബുക്കിൻ്റെ അന്ന് അങ്ങനെ ആദ്യം വായിച്ച നമ്മുടെ തലമുറയിൽപ്പെട്ട സ്ത്രീകളുടെയും തുടക്കത്തിലെ വായന തീർച്ചയായിട്ടും അങ്ങനെയാണ് അവൾക്കിട്ട പേരാണ് ആമി എന്നുള്ളത്. ഈ എഴുത്തിൻ്റെ ലോകം അതൊരു സുഖമുള്ള ഏർപ്പാട് തന്നെയാണ്. നമ്മൾ തന്നെ മറന്നു പോകും. ഇപ്പോൾ സമപ്രായക്കാരായ ഒരുപക്ഷെ ഇതുപോലെ ഔദ്യോഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വീട്ടിൽ ഒതുങ്ങിപ്പോകാമെന്ന് ഞാൻ പറയുന്നില്ല, വീട്ടിൽ ആണ് അവരുടെ ജീവിതം വിനിയോഗിക്കുന്നത് കുട്ടികളുടെ വളർച്ചയിലും അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളിൽ ക്രിയാത്മകത ഇല്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താത്തവർ. അത്തരം ആളുകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു ക്രിയാത്മകത കയ്യിലുള്ളത് കൊണ്ട് അതിനെ ഇങ്ങനെ മിനുക്കിയെടുക്കുന്നത് കൊണ്ട് അതിനകത്തുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഇതുപോലെയുള്ള സുഹൃത്തുക്കൾക്ക് പ്രചോദനമാവാറുണ്ടോ? അല്ലെങ്കിൽ അതുപോലെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പരിചയമുള്ളവർ ചുറ്റുപാടുള്ള ആളുകൾ അത്തരത്തിൽ അഭിപ്രായങ്ങൾ അപ്രിസിയേഷൻസ് തരാറുണ്ടോ? തീർച്ചയായിട്ടും തരാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് ചുറ്റിലുള്ളവരാണ് നമ്മളെ അറിയുന്നത്. ഇപ്പം തന്നെ നമ്മൾ എഴുതുന്നില്ല എന്ന് പറയുമ്പോൾ ചേച്ചി ചെയ്യ്, അല്ല അത് ചെയ്യ്, അതല്ലേ സന്തോഷം തരുന്നത്, എന്തെങ്കിലും ചെയ്യും നമ്മളെ മോട്ടിവേറ്റ്. അതെല്ലാം നമുക്ക് സങ്കടങ്ങൾ അല്ലെങ്കിൽ ഒരിടത്ത് സൈഡിൽ കിടക്കും, നമ്മൾ ചെയ്ത് എന്തെങ്കിലും വെച്ചാലേ നമുക്ക് അറിയത്തുള്ളൂ. ചേച്ചി ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരും ചെയ്യില്ലായിരിക്കാം. നമ്മളൊരിടത്തോട്ട് മാറിപ്പോകുമ്പോൾ എനിക്കിപ്പോഴാണ് സൗഹൃദങ്ങൾ കിട്ടിയത്. ഈ 2 കൊല്ലം ഈ പുസ്തകം, ഈ 18 കൊല്ലം ഞാൻ ഈ പ്രവാസ ലൈഫ് ഉണ്ടായിരുന്നു പറഞ്ഞാലും ഞാൻ ഈ ബുക്ക് ഫെയറിന് വരുന്ന ഈ 2 കൊല്ലമാണ്. ഇതിന് മുന്നേ ഞാൻ ചെന്നിട്ടേ ഇല്ല. കാരണം ഞാൻ അവിടെ വരെ എത്തിയിട്ടില്ല എന്നുള്ളൊരു ഈ ഒരു പുസ്തകമാണ് എന്നെ അവിടെ എത്തിച്ചത്. തീർച്ചയായിട്ടും അതിൽ നിന്ന് എനിക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ടായി. ആ ഒരു സൗഹൃദങ്ങൾ എന്ന് അത് കീപ്പ് ചെയ്യുന്നതിനാണ്. നമ്മളെ അറിയുന്നവർ നമുക്ക് ചുറ്റുമുള്ളപ്പോഴാണ് നമുക്കതൊരു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം ആ തരത്തിൽ തുടക്കക്കാരായ എഴുത്തുകാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന എഴുത്തുകാർക്കിടയിൽ അങ്ങനെ ഒരു നാട്ടിലുള്ള എഴുത്തുകാർക്കിടയിലുള്ള ഒരു കോമ്പറ്റീഷൻ പോലൊന്നും കാണുന്നില്ല. സൗഹൃദം നമ്മൾ നിലനിർത്തുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയുന്നവർ ഒത്തുചേരുന്ന ഒരു ഭയങ്കര ഇപ്പം ഒരു ഉത്സവം പോലെ നമ്മൾ ആ ഒരു സമയമാകാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കാരണം സൗഹൃദങ്ങൾ പുതുക്കാം. എല്ലാവരും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ അകത്താണ്. എന്നും വിളിച്ച് സംസാരിച്ചില്ലെന്നുണ്ടെങ്കിലും ഇടയ്ക്കുള്ള ഒരു കോളിലൂടെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കീപ്പ് ചെയ്യാൻ നോക്കും സൗഹൃദങ്ങൾ. പനിഷയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ഒരു സൗഹൃദം പരിചയം കിട്ടി. മറ്റൊരാളിൽ നിന്ന് നമുക്കൊരു നമ്മളെ പരിചയപ്പെടുത്തുന്നതിലിരിക്കും ഇവരിതാണ് എന്നുള്ളത്. അങ്ങനെ ഞാൻ നിലനിർത്താനായിട്ട് കഴിവതും ശ്രമിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സൗമ്യ, അക്ഷരപുലരിയിൽ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. സൗമ്യയാണ് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചത്. അക്ഷരപുലരിയിൽ അടുത്ത അതിഥിയുമായി നമുക്ക് കാണാം. നമസ്കാരം.